അടുത്ത ഒരു ഡയമെൻഷണൽ ഫോർമുലയായിട്ട് നമുക്ക് ഫോഴ്സിനെ നോക്കാം. അതായത് ഫോഴ്സ്, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ? ഒക്കെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഡയമെൻഷൻ ഓഫ് ഈ ഡയമെൻഷൻ എന്ന് അർത്ഥമുള്ളൂ. ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസിൻ്റെ എന്താണ്? എം അല്ലേ? ഡയമെൻഷൻ ഓഫ് എം ഇൻറ്റു ആക്സലറേഷൻ കാണാപ്പടം പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു L(t)-2 ഒരുമിച്ച് എഴുതി ML(t)-2 കണ്ട. ഇനി ഇതിൻ്റെ SI യൂണിറ്റ് നമ്മൾ എങ്ങനെ എഴുതും? മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. കിലോഗ്രാം മീറ്റർ S(-2) അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ ഫോഴ്സിനും ഒന്ന് കാണാപ്പാടം പഠിച്ചു വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നുള്ളൂ. വെലോസിറ്റിയുടെ നമ്മൾ L(t)-1, ആക്സലറേഷൻ്റെ L(t)-2. ഇവിടെ ഫോഴ്സ് ആണെങ്കിൽ ML(t)-2 അതുകൂടി ഒന്ന് പഠിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഫോഴ്സിനൊക്കെ കണ്ടുപിടിക്കാൻ നിൽക്കണം. അതിൽ നല്ലത് ML(t)-2 എന്ന് പഠിച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം വർക്ക്. വർക്ക് ഡയമെൻഷണൽ ഫോർമുല വർക്കിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്കിൻ്റെ ഫോർമുല എന്താണ്? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിന് നമ്മൾ ഇപ്പം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ML(t)-2. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ ഞാൻ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ലെങ്ത്ത്. ഇനി ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ M ഒരെണ്ണേ ഉള്ളൂ, L എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ പവേഴ്സ് തമ്മിൽ കൂട്ടണം. 1 + 1 2 T⁻². അതായത് വർക്ക് എന്ന് പറഞ്ഞത് ഡയമെൻഷൻ ഓഫ് ML² T⁻². വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഇതാണ് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല കിട്ടി. ഇനി SI യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എമ്മിൻ്റെ ആണെങ്കിൽ കിലോഗ്രാം, ലെങ്ത്തിൻ്റെ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ, ടൈമിൻ്റെ ആണെങ്കിൽ S⁻². അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് ഈ വർക്കിൻ്റെ SI യൂണിറ്റ്. വർക്ക് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അടുത്ത ഫോർമുല വരുമ്പോൾ നമുക്ക് കിട്ടും. അടുത്തത് പവറിൻ്റെ നമുക്ക് പഠിക്കാം. പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പവർ = വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. കണ്ടോ? പവറിൻ്റെ ഒക്കെ നേരിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിൻ്റെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വർക്ക് നമുക്കറിയാമെങ്കിൽ വർക്ക് നമ്മൾ ഇപ്പം തന്നെ കണ്ടുപിടിച്ചു. എന്താണ്? M⁻⁴ L² T⁻². M⁻1 എഴുതിയില്ലെങ്കിലും M ഇട്ടാലും മതി. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് T. ഇനി ഇത് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഡയമെൻഷൻ ഓഫ് M⁻1 L⁻², T⁻². T⁻1 ആണ് ഇവിടെ. ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ T⁻−1 ആവും. ഇനി ഇത് ഒരുമിച്ച് എഴുതി എഴുതാം? M⁻1 M ഒരെണ്ണേ ഉള്ളൂ, എന്നാൽ L ഒരെണ്ണേ ഉള്ളൂ, L². T⁻², T⁻−1. T⁻−2ഉം T⁻−1 ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇത് രണ്ടും കൂട്ടാൻ പറഞ്ഞു. പ്ലസ്സിൽ 2 നെഗറ്റീവ് വരുമ്പോൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുമ്പോൾ -3. അപ്പോൾ ഇവിടുത്തെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? M1 L² T⁻−3. ഇനി ഇതിൻ്റെ SI യൂണിറ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എമ്മിൻ്റെ കിലോഗ്രാം, ലെങ്ത്തിൻ്റെ മീറ്റർ സ്ക്വയർ, ടൈമിൻ്റെ S⁻−3. ഒരെണ്ണത്തിനും കൂടി നമ്മൾ പഠിക്കേണ്ടത് ലീനിയർ മൊമെൻറ്റം. ഈ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞത് മാസ്, ഡയമെൻഷൻ ഓഫ് മാസ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ M ഇൻറ്റു വെലോസിറ്റിയുടെ എത്രയാണ്? L⁻⁻1. ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ ML⁻⁻1 എന്ന് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടും. അപ്പോൾ M⁻1 L⁻1 എഴുതിയാലും കുഴപ്പമില്ല, ഇപ്പോൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. M⁻1 L⁻1 T⁻−1.
ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ലീനിയർ മൂവ്മെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടി. അടുത്ത ഒരു ഡയമെൻഷൻ ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ നമുക്ക് പഠിക്കാം. ആംഗുലാർ മൂവ്മെൻറ്റം എന്ന് വിശേഷിപ്പിക്കുന്നത് ക്യാപിറ്റൽ എൽ വെച്ചിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞത് MVR, മാസ് ഇൻറ്റു, ഇതിൻ്റെ ഫോർമുല ഇട്ട ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ ഫോർമുലയാണ് മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. അപ്പോൾ ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഓഫ് എൽ എന്ന് പറഞ്ഞത് മാസ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് മാസ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റിയുടെ LT⁻⁻1 ഇൻറ്റു റേഡിയസിനെ നമ്മൾ എന്താക്കി എടുക്കുക, ലെങ്ത് ആയിട്ട് തന്നെ എടുക്കുക. ഇതൊക്കെ ഡയമെൻഷൻ ഇട്ട് കൊടുക്കണം കേട്ടോ, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ L⁻⁻1 ഇവിടെ ഒരു L ഉണ്ട്, പിന്നെ ഒരു T⁻⁻1 ഈസ് ഈക്വൽ ടു L². 1 + 1 എന്താണ് സ്ക്വയർ, T⁻⁻1. അപ്പോൾ എന്താണ് കിട്ടിയത്, ML² T⁻⁻1. ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ അഥവാ ഡയമെൻഷണൽ ഫോർമുലയാണ് ML² T⁻⁻1. മാർച്ച് 2015 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ H ഈസ് ഈക്വൽ ടു FV²/L. ഇതിൽ F എന്ന് പറയുന്നത് ഫോഴ്സ്, V എന്ന് പറയുന്നത് വെലോസിറ്റി, L എന്ന് പറയുന്നത് ആംഗുലാർ മൂവ്മെൻറ്റം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് Hൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. Hൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും, ഫോഴ്സിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ഡയമെൻഷൻ ഓഫ് H എന്ന് പറഞ്ഞത് ഫോഴ്സിൻ്റെ, ഒന്നുകിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പഠിച്ചിരിക്കുക, കാണാപ്പാടം പഠിച്ചിരിക്കുക. MLT⁻⁻2 അതാണ് ഫോഴ്സിൻ്റെ. ഇനി വെലോസിറ്റിയുടെ LT⁻⁻1. ഇനി ഒരു ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ ML² T⁻⁻1. ഇനി എന്താണ് ചെയ്യേണ്ടത്, സാധാരണ പോലെ MLT⁻⁻2. ഇവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യാനുണ്ട്, അത് ആദ്യം ചെയ്യാം. L² ഇവിടെ ഹോൾ സ്ക്വയറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ എന്ന് പറയുന്നത് Lനും Tക്കും ബാധകമാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ Lൻ്റെ മുകളിൽ 1 ആയതുകൊണ്ട് 1 × 2 എന്നർത്ഥം. അപ്പോൾ 2. ഇനി T⁻⁻1 × 2, T⁻⁻2 -1 × 2 -2 തന്നെ. ഇനി ഈ അടിയിലത്തെ സംഭവത്തിന് മൊത്തം മുകളിലേക്ക് കൊണ്ടുവരിക. M⁻1 ആയതുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ M⁻⁻1 ആവും. ഇനി L² ആയതുകൊണ്ട് മുകളിലേക്ക് വരുമ്പോൾ L⁻⁻2 ആവും. T⁻⁻1 മുകളിലേക്ക് വരുമ്പോൾ T⁻1 ആവും. ഇനി ഇത് ചെയ്യാം, എമ്മിനെ ഒരു ഭാഗത്ത് നിർത്തി ചെയ്യാം, എല്ലിനെ ഒരു ഭാഗത്ത് നിർത്തി ചെയ്യാം, ടീനെ ഒരു ഭാഗത്ത് നിർത്തി ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ എം എത്ര ഉണ്ട് നോക്കുക, M⁻1 ഉണ്ട്. അതേപോലെ ഇവിടെ M⁻⁻1 ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കി L എത്ര ഉണ്ട്, L⁻1, L², L⁻⁻2. അതേപോലെ T നോക്കി, T⁻⁻2, T⁻⁻2, T⁻1. ഇനി എമ്മിൻ്റെ മൊത്തം, ഈ എം എന്ന് പറഞ്ഞ വേരിയബിൾ രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിനെ പ്ലസ് ചെയ്യാം. 1 - 1 അല്ലെങ്കിൽ +1ഉം -1ഉം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, M⁻0. ഇനി 1 + 2 3, 3 - 2 1, L⁻1. ഇനി T നോക്കി, -2 - 2 -4 ആണ് വരുന്നത്. -4 + 1 മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം, അതായത് -3. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും, വലുതിൻ്റെ സൈൻ എന്ന് പറയുന്നത് മൈനസാണ്. സോ -3. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത്, M⁻0 LT⁻⁻3. ഇതാണ് Hൻ്റെ എന്താണ് ഡയമെൻഷൻസ്. Hൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M0 L⁻1 അല്ലെങ്കിൽ LT⁻⁻3. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.